US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ മോഹങ്ങൾക്ക് വൻ തിരിച്ചടി. വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട ട്രംപിന് പുരസ്കാരമില്ല എന്നുള്ള സൂചന നൽകിയ അവാർഡ് കമ്മിറ്റി അംഗം. ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രവും ചരട് വലിയുമാണ് വിനയായത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഓഗസ്റ്റിൽ സെലൻസ്കിയും മറ്റ് യൂറോപ്യൻ നേതാക്കളെയും ഒക്കെ വൈറ്റ് ഹൗസിൽ വെച്ച് കാണവേ ട്രംപ് അവകാശപ്പെട്ടത് താൻ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം റിപ്പോർട്ടേഴ്സിനോട്, മാധ്യമപ്രവർത്തകരോട്, മാധ്യമ ലോകത്തോട് അദ്ദേഹം അവകാശപ്പെട്ടത് 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ്. ആവർത്തിച്ചുള്ള ഈ അവകാശവാദമൊക്കെ നൊബേൽ പ്രൈസ് മോഹത്തിന് അടിവര ഇടുന്നു എന്ന് തന്നെയാണ് വിദഗ്ധ അഭിപ്രായം. ട്രംപിന്റെ വാക്കുകൾക്ക് ശേഷം നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. Everyone says that I should get the Nobel Peace Prize for each one of these achievements. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സാന്ദ്ര യേശാജി കൂടുതൽ വിവരങ്ങൾ നൽകും. സാന്ദ്ര, എല്ലാവർക്കും ആഗ്രഹം, അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നത് നൊബേൽ പ്രൈസ് തനിക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. പക്ഷേ വളരെ വിനയാധീനനായാണ് അദ്ദേഹം ഇതിന് ശേഷം ഈ UN-ന്റെ ഈ സഭയിൽ സംസാരിച്ചത്. പക്ഷേ ആവർത്തിച്ചുള്ള ക്ലെയിംസ്, അവകാശവാദങ്ങൾ, എല്ലാ യുദ്ധവും താൻ അവസാനിപ്പിക്കുന്നു, ലോക സമാധാനത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നുമില്ല. തീർച്ചയായും അനു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച അന്നു മുതൽ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് ലഭിക്കുമോ ഇല്ലയോ. അദ്ദേഹം തന്നെ പല സന്ദർഭങ്ങളിലും താൻ നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാൻ അദ്ദേഹത്തെ നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയായി. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുമോ ഇല്ലയോ എന്ന തരത്തിൽ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. ആ സമയത്താണ് ഭാരതം കൂടി തന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന തരത്തിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതും. നമ്മുടെ അഭിപ്രായം കൃത്യമായി തന്നെ പറഞ്ഞു. നമ്മൾ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു മൂന്നാം കക്ഷിയും നമ്മുടെ കൂടെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് പിന്നീട് വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളിൽ ഉൾപ്പെടെ അദ്ദേഹം ഞാൻ പല യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന വ്യക്തി ഞാനാണെന്ന തരത്തിലൊക്കെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നോബൽ കമ്മിറ്റിയുടെ അംഗം തന്നെ. റോയിറ്റേഴ്സിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. കാരണം വ്യക്തമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനത്തിനായും രാഷ്ട്രങ്ങൾക്കിടയിലെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ആണ് നോബൽ സമ്മാനം നൽകാൻ സാധിക്കുകയെന്ന് ആൽഫ്രഡ് നോബൽ അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ഒരു കാരണവശാലും നോബൽ സമ്മാനത്തിന് ഡൊണാൾഡ് ട്രംപ് അർഹനല്ല എന്ന്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ US സൈഡ് നിർത്തലാക്കിയിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾക്ക് ഇതുമൂലം വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുന്ന സാഹചര്യത്തിൽ മാനവികതയ്ക്ക്, ഹ്യൂമാനിറ്റേറിയൻ നടപടികൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംഘടനകൾക്ക് മാത്രമേ നോബൽ സമ്മാനം നൽകാൻ സാധിക്കൂ എന്നുകൂടി ആ നോബൽ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റെഡ് ക്രോസ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, യൂണിസെഫ്, ഐക്യരാഷ്ട്ര സംഘടന തന്നെ മറ്റ് സംഘടനകളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റെഫ്യൂജികൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ, അവരൊക്കെ ആയിരിക്കും ഈ പട്ടികയിൽ മുൻപന്തിയിലുണ്ടാവുക എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൃത്യമായി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി, പ്രത്യേകിച്ച് അമേരിക്ക പോലെ ഇത്രയും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്നോട്ട് പോകുക, പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകുക, ലോകാരോഗ്യ സംഘടനയെ എതിർക്കുക, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഐക്യരാഷ്ട്രസഭയെ തന്നെ എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും മാതൃകയാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മനോഹരമായി കൊണ്ടുപോകാൻ താൻ ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് വ്യാപാര തീരുവ ഏർപ്പെടുത്തിയത്. അത് അവരിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഭാരതം അതിനോട് പ്രതിരോധിച്ച് നിന്നുവെങ്കിലും അത് മോശമായി ബാധിച്ച ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും നോബൽ സമ്മാനം, പ്രത്യേകിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ നിലപാടാണ് നോബൽ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. കൂടാതെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നോബൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും
ഒരു വിഭാഗം ആളുകളുടെയോ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെയോ തീരുമാനങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങളുണ്ട്, സ്വതന്ത്രമായ ആശയങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണെന്നല്ല, സാധ്യതകൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ഒക്ടോബർ 10 നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്. അന്ന് വരെ നമുക്ക് കാത്തിരിക്കാം യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ ആ സമ്മാനം എത്തുന്നത്. തീർച്ചയായും സാന്ദ്ര, ഈ ആഗോളതാപനവും അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ വെറും ഗിമ്മിക്ക് മാത്രമാണ് എന്ന് കൂടി അടുത്തിടെ ട്രംപ് പറഞ്ഞിരുന്നു. സാന്ദ്ര ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു. എന്നാലും ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. ദേ വിൽ നെവർ ഗീവ് മി എ നൊബേൽ പീസ് പ്രൈസ്. ഐ ഡിസേർവ് ഇറ്റ്, ബട്ട് ദേ വിൽ നെവർ ഗീവ് ഇറ്റ്. അന്നേ ഒരു മുഴം മുൻപേ എറിഞ്ഞിരുന്നു ട്രംപ്. എന്തായാലും നൊബേൽ സമ്മാനത്തിന് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിവരം.